ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ശക്തമായ സമരത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമാണ്. അങ്ങനെ നിയമനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 912 നിയമനം KSEB-യിൽ നടത്തിയേ പറ്റൂ എന്നത് സർക്കാരിന്റെ കൂടി നയമാണ്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഏത് പ്രഭാകരൻ വന്നാലും ഒരു പ്രഭാകരന്റെ തന്നിട്ടവും ഈ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രേതം ബാധിച്ച് ഇവിടെയും കരാറുവൽക്കരണം മതി എന്നിട്ടൊരു സ്വയം മഹിമ എന്ന് പ്രഖ്യാപിക്കുക. ബോർഡിൽ ഞാൻ ചെയർമാനായ കാലത്ത് പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, ഓഫീസർമാരെ, മറ്റ് സംഘടനാ നേതാക്കൾ, നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ നമുക്കറിയാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം BSNL ആണ്. BSNL ഏതാണ്ട് 3,20,000-ൽ കൂടുതൽ ആളുകൾ പണിയെടുത്ത സ്ഥാപനമാണ് BSNL. ഇപ്പൊ എത്രയാ BSNL അവസ്ഥ? ഏതാണ്ട് 50,000-ഓളം മാത്രമാണ് BSNL ഇപ്പൊ തൊഴിലാളികൾ ജീവനക്കാരുള്ളൂ. പണ്ട് ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3 ലക്ഷത്തോളം സ്ഥിരം ജീവനക്കാരും 30,000-ൽ കൂടുതൽ കരാർ ജീവനക്കാരുമുള്ള ഏതാണ്ട് 3 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ തൊഴിൽ സ്ഥാപനമായി BSNL കണക്കാക്കിയിരുന്നു. ഇന്നിപ്പോ 50,000-ൽ ചുവടെ ആളുകൾ മാത്രമുള്ള ഒരു സ്ഥാപനമായി BSNL ചുരുങ്ങി. യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് ആളുകൾ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ 3.5 ലക്ഷത്തിൽ നിന്ന് ഒരു 35 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വമ്പിച്ച പൊതുമേഖലാ സ്ഥാപനമായി ആ സ്ഥാപനം മാറുമായിരുന്നു. പക്ഷെ സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റ് സമീപനം കാരണം ആ സ്ഥാപനത്തിൽ തൊഴിൽ കിട്ടേണ്ട ആളുകൾക്ക് തൊഴിലില്ല. ബാങ്കിംഗ് സെക്ടറിൽ ക്ലറിക്കൽ പോസ്റ്റ് ഉൾപ്പെടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ആ വിമാനത്താവളം കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു, അദാനിക്ക് കൊടുത്തു. എനിക്ക് വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന ഒഴിവിൽ മെറിറ്റില്ല, സാമൂഹ്യനീതിയില്ല, സംവരണമില്ല, പരീക്ഷയില്ല. അവിടെയും ജോലി ലഭിക്കേണ്ട ആയിരക്കണക്കിന് ആളുകൾ പുറത്താകുന്നു. HLL പുതിയ നിയമനമില്ല, മെറിറ്റില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു BPCL. ആ BPCL-ഉം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. LIC സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. സീപോർട്ടുകൾ സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിൽ എന്ന സ്വപ്നം പൂർണ്ണമായും നഷ്ടമാവുന്നു. സ്ഥിരം തൊഴിൽ കൊടുക്കില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിത നയം. സ്ഥിരം തൊഴിലില്ല. കരാർ അടിമകളെ വെച്ചാൽ മതി. കരാർ ആവുമ്പോ ചോദിക്കാനും അറിയാനും ആരും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള പ്രഭാകരന്മാർക്ക് കയറി എന്തും കളിക്കാം. പുതിയ കേന്ദ്ര നയം അതാണ്. എന്നിട്ടിപ്പോ പുതിയ കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇവിടെ തൊഴിലില്ലായ്മയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എക്കണോമിക് സർവേ റിപ്പോർട്ടിനൊക്കെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. നിർമ്മലാ സീതാരാമന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ പ്രതീക്ഷയോടുകൂടി ആളുകൾ അന്ന് രാവിലെ ടിവിക്ക് മുന്നിൽ ഇരുന്നു. ബജറ്റാണല്ലോ. എക്കണോമിക് സർവേ റിപ്പോർട്ടിനെ ഉദ്ധരിക്കുന്നു, തൊഴിലില്ലായ്മ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ചോദിക്കുമ്പോ പരിഹരിക്കാൻ ഒരു 2 കോടി ആളുകൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കാം എന്നാ പറയുന്നത്. എന്ത് മണ്ണാങ്കട്ടൊക്കെ ഇന്റേൺഷിപ്പ്? ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് എത്ര രൂപയാ ഒരു ഉദ്യോഗാർത്ഥി കിട്ടുക? 5,000 റുപ്യ, 6,000 റുപ്യക്ക് 2 കോടി ആളുകൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുമ്പോൾ വലിയ കാര്യമായിട്ട് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചതാ. നല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. ആർക്കാ? സ്വകാര്യ കുത്തക കോർപ്പറേറ്റ് മുതലാളിക്ക് ലാഭമാണ്. കാരണം രാജ്യത്തെ തൊഴിൽ നിയമത്തെ അനുസരിച്ച് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത്
സ്ഥാപനം നടത്താൻ കുറച്ച് ചിലവ് കൂടും. ഇതാവുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇവരുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിച്ച് മിടുക്കരായ ഉദ്യോഗാർത്ഥികളെ, ഈ പാവപ്പെട്ട തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ആളുകളെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാശ് മാത്രം കൊടുത്തിട്ട് അടിമപ്പണി എടുപ്പിക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം നിയമനം ഇല്ല, റെയിൽവേയിലില്ല. 5 ലക്ഷത്തോളം ഒഴിവ് ഇന്ത്യൻ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് നയമാണ് ഈ കരാർവൽക്കരണം. കേന്ദ്ര ഗവൺമെന്റ് നയമാണ് PSCയിൽ നിന്ന് ആൾ എടുക്കാതിരിക്കൽ. കേന്ദ്ര ഗവൺമെന്റ് നയമാണ് UPSCയുടെ ഭാഗമായിട്ട് പരീക്ഷ നടത്താതിരിക്കൽ. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെയല്ല. സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ 25 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനം. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ തമിഴ്നാടിന്റെ അത്ര ജനസംഖ്യയില്ലാത്ത, കർണാടകയുടെയും മഹാരാഷ്ട്രയുടെയും അത്ര സാധ്യതയില്ലാത്ത സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് 1ാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നു എന്നത് അത് ഗവൺമെന്റ് കൂടി നയത്തിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ശക്തമായ സമരത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമാണ്. അങ്ങനെ നിയമനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 912 നിയമനം KSEBയിൽ നടത്തിയേ പറ്റൂ എന്നത് സർക്കാരിന്റെ കൂടി നയമാണ്. അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഏത് പ്രഭാകരൻ വന്നാലും ഒരു പ്രഭാകരന്റെ തന്നിട്ടവും ഈ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല.